ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തവും ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതുമായ ഒരു ക്യാരറ്റ് കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള 2.5 കപ്പ് ക്യാരറ്റ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുമ്പോഴേക്കും നമുക്ക് ആ ക്യാരറ്റിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് കാണാം. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ക്യാരറ്റൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാഫ് പോർഷൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരച്ചുകൊണ്ട് വന്നിട്ടുള്ള ആ ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇടിയപ്പത്തിനൊക്കെ ചെയ്തെടുക്കുന്നത് പോലെയുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. വെള്ളം ഒട്ടും തന്നെ കൂടി പോകാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് അല്പം ഒന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വെക്കാനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന ബാലൻസ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ചിരകി എടുത്തിട്ടുള്ള 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ള 1 കപ്പ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ മണ്ണൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫില്ലിങ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ചൂടാറിയിട്ടുള്ള മാവ് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എടുക്കുന്ന ശർക്കരയിൽ മണ്ണുള്ളതാണെങ്കിൽ ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് ഈ ക്യാരറ്റും തേങ്ങയുമായിട്ടുള്ള കൂട്ടിലേക്ക് ചേർത്തൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. കുഴച്ചെടുത്ത മാവിൽ നിന്നും ചെറിയ ഓരോ ഉരുളകൾ എടുത്തിട്ട് നമ്മുടെ കയ്യിലെ വെള്ളയിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് പരത്തി സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് പോലെ പരത്തിയെടുത്തിട്ട് അതിൻ്റെ നടുവിലായി നമുക്ക് അല്പം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. 3-4 എണ്ണം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവയൊക്കെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഒരു മോൾഡിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ കിട്ടുമ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ട കാണാനും കൂടി നല്ല ഒരു ഭംഗിയല്ലേ. ഇപ്പോൾ മാവെല്ലാം ഇതുപോലെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീമറിൽ ഞാൻ വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായി നമുക്ക് ഇതെല്ലാം കൂടി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ സ്റ്റീമർ ഇല്ലെങ്കിൽ ഇഡലി പാത്രത്തിൽ വെച്ചിട്ടായാലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുഴക്കട്ടയൊക്കെ ഇവിടെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഴക്കട്ടയാണ്. തിളച്ച വെള്ളത്തിൽ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ പുറം ഭാഗം നല്ല സോഫ്റ്റും അകം നല്ല ജ്യൂസിയുമായിട്ടുള്ള നല്ല അടിപൊളി ഒരു കുഴക്കട്ട തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അതുപോലെ എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.